പൾസർ സുനിയുടെ പ്രായവുമായി ബന്ധപ്പെട്ടും മറ്റു കാര്യങ്ങളിലും കോടതി നടത്തിയ ഒരു കാരണങ്ങൾ അതിനെക്കുറിച്ച് അടുത്ത് ജയശങ്കർ നേരത്തെ പറഞ്ഞത് അങ്ങ് കേട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് ഈ കൂട്ടബലാത്സംഗ കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ആളുകൾക്ക് കൊടുക്കുന്ന പരിഗണനകളാണ് അതിൽ ഏറ്റവും കുറവ്. നിയമം നിഷ്കർഷിക്കുന്ന, അതും പുതുക്കിയ നിയമം നിഷ്കർഷിക്കുന്ന ഏറ്റവും ചെറിയ കുറ്റം, ഏറ്റവും ചെറിയ ശിക്ഷാവിധി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതൊരു സന്ദേശം, എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത് എന്നൊരു ചോദ്യം പ്രോസിക്യൂഷൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ ഒരു സന്ദേശം ഏറ്റവും കുറഞ്ഞത് അറിയപ്പെടാത്ത അതിജീവിതകൾക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ നിയമം? അതെ, അതിവിടെ നടപ്പിലാക്കിയിട്ടില്ലെന്നല്ലേ നമുക്ക് മനസ്സിലാകുന്നത്. നേരത്തെ ഞാൻ എനിക്ക് ഇടയ്ക്ക് ടെക്നിക്കൽ ഇഷ്യൂ വന്നു. ഞാൻ കേട്ടിടത്തോളം വീണ്ടും വീണ്ടും അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നുണ്ടായിരുന്നു 20 വർഷം ഒരു വലിയ കാലയളവാണ്. ഇന്ന് ഇവർ തിരിച്ചൊരു ചോദ്യം ഇവരോട് ചോദിച്ചോട്ടെ, എത്ര വർഷമാണ് ഒരു റേപ്പ് ട്രോമ ഒരു സ്ത്രീ അനുഭവിക്കേണ്ടി വരുന്നത്? 10 വയസ്സിലും 12 വയസ്സിലും ആക്രമിക്കപ്പെടുന്ന കുട്ടികളോട് നിങ്ങൾ 50 വയസ്സിൽ അവരെത്തിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ 60 വയസ്സിൽ എത്തിക്കഴിയുമ്പോൾ ചോദിച്ചാൽ അപ്പോഴും അവർ ആ ട്രോമ അനുഭവിക്കുന്നുണ്ടാകും. അത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ 20 വർഷം എത്ര തുച്ഛമായിട്ടുള്ള, അതും ഇതിന് താഴെ കൊടുക്കാൻ പറ്റില്ലല്ലോ. ഇത് ഏറ്റവും മിനിമം ആയിട്ടുള്ള ശിക്ഷാവിധിയാണ്. ആ ശിക്ഷാവിധി കൊടുക്കുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഒരു സോഷ്യൽ ഇമ്പാക്ട് ഇത് നമ്മുടെ ചോദിക്കേണ്ട, ഞാൻ കേട്ടതാണ് മാധ്യമങ്ങളിലൂടെ. എന്താണ്, സൊസൈറ്റിക്ക് വേണ്ടി അല്ലല്ലോ വിധി കൊടുക്കുന്നതെന്ന് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം. ആസ് എ ഹിസ്റ്റോറിയൻ ഞാൻ പറയാണ്, കോർട്ടാണെങ്കിലും ഇവിടുത്തെ പോലീസ് ആണെങ്കിലും ഇതെല്ലാം നിലനിൽക്കുന്നത് ഒരു സോഷ്യൽ കോൺട്രാക്റ്റിന്റെ ബേസിസിലാണ്. നമ്മൾ ഗവൺമെന്റിന്റെ കരമടയ്ക്കുന്നതും ഈ നീതിന്യായ വ്യവസ്ഥയെല്ലാം നിലനിൽക്കുന്നതിന്റെ ഒരു ബേസിസ് എന്ന് പറഞ്ഞാൽ മനുഷ്യർ വയലന്റ് ആകാതിരിക്കാനാണ്. ഒരാൾ കുറ്റം ചെയ്താൽ അയാൾ പോയി ആ കുറ്റത്തിന് വേണ്ടി മറ്റൊരാളെ തല്ലേണ്ട ആവശ്യമില്ല. ആ നീതി എന്നുള്ള ഒരു സങ്കല്പം നമുക്ക് മറ്റൊരു വ്യവസ്ഥയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കിട്ടും എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മുടെ ആ റൈറ്റ് ടു വയലൻസ് എന്നുള്ളത്. അല്ലെങ്കിൽ നമുക്ക് സഹജമായിട്ടുള്ള അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സിന് എവല്യൂഷനിന്റെ ഭാഗമായിട്ട് കിട്ടിയ ആ റൈറ്റ് ടു വയലൻസ് നമ്മൾ സ്റ്റേറ്റിന് കൊടുക്കുന്നത്. സ്റ്റേറ്റിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ അല്ലെങ്കിൽ ഈ ലോ സിസ്റ്റത്തിന് ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ എന്ന് പറയുന്നത് മനുഷ്യന്റെ സ്വത്തും മനുഷ്യന്റെ ഡിഗ്നിറ്റിയും മനുഷ്യന്റെ ബോഡിയും ഒക്കെ കാത്തു സൂക്ഷിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം, ഈ വ്യവസ്ഥകളെല്ലാം തന്നെ നിലനിൽക്കുന്നതിന് സാമൂഹ്യമായ ഒരു തലമുണ്ടെന്ന് മനസ്സിലാക്കണം. ഇതൊരു ലീഗൽ വിദ്യാർത്ഥികൾക്ക് നമ്മൾ ഇപ്പം ഞാൻ LLM-നൊക്കെ ഹിസ്റ്ററി ക്ലാസ് എടുക്കുന്ന ഒരാളും കൂടെയാണ്. അപ്പൊ ഇതവർക്ക് അറിയാത്തതല്ല. ഇതൊരു എന്താണ്, ഒരു നിയമത്തിന്റെ അത്രയും ഒരു ലെവലിൽ ഇരിക്കുന്ന ആൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്നതാണ്. അതുകൊണ്ട് ഓരോ വിധിക്കും അതിൻ്റെ ഒരു സോഷ്യൽ ആയിട്ടൊരു ഇമ്പാക്റ്റ് ഉണ്ട്. ഇത് എത്ര അധികമാണ് ഇവിടെയുള്ളൊരു ജെൻഡർ ഇക്വാലിറ്റി എന്നുള്ള ഒരു ഐഡിയയെ അല്ലെങ്കിൽ സ്ത്രീ സുരക്ഷ എന്നുള്ള ഒരു ഐഡിയയെ പുറകോട്ട് വലിച്ചത് എന്ന് വലിയ രീതിയിൽ സമൂഹം ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. ഒന്ന്. 2, എനിക്കിതിൻ്റെ ഒരു പോസിറ്റീവ് ആസ്പെക്റ്റ് ആയിട്ട് തോന്നുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ എനിക്കൊന്ന് സമൂഹത്തിന് മനസ്സിലായി കഴിഞ്ഞു മറ്റു രീതിയിൽ പ്രതികരിച്ചേ മതിയാകുകയുള്ളൂ എന്ന്. അതായത് ഇനി പല രീതിയിലുള്ള ബഹിഷ്കരണങ്ങൾ വഴി, സോഷ്യൽ മീഡിയ വഴിയുള്ള തുറന്നു പറച്ചിലുകൾ വഴി, ഇതിലും മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. ഇതിപ്പം മലയാളത്തിലുള്ള ഒരു പ്രമുഖ നടിക്കാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. ഇതിനേക്കാളും പാർശ്വവൽക്കരിക്കപ്പെട്ട എത്രയോ മനുഷ്യരുണ്ട്. അപ്പൊ ഇവർക്ക് നീതി കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് എങ്ങനെ കിട്ടുമെന്ന് ചോദിക്കുന്ന ആയിരക്കണക്കിന്. അതാണ് ഡോക്ടർ മാളവിക ബിന്നി ഞാൻ ചോദിച്ചത്. അറിയപ്പെടാത്ത അതിജീവിതകൾ ഏറെയുണ്ടല്ലോ. ഇപ്പോ റേപ്പ് കേസ്, പോക്സോ കേസൊക്കെ പ്രതികാര ബുദ്ധി കൊണ്ട് പറയുന്ന കാര്യങ്ങളാണ് എന്ന തരത്തിൽ വിമർശനങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷെ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന റേപ്പ് കേസുകൾ, അതിന്റെ ട്രോമ, അതിന്റെ വയലൻസ്, അതൊന്നും മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ അനുഭവിക്കുന്ന പെൺകുഞ്ഞുങ്ങൾക്ക് അവർക്കെങ്കിലും മിനിമം ഈ സന്ദേശം എത്തണ്ടേ, നിയമം കൂടെയുണ്ട് എന്നൊരു സന്ദേശം. അതെ, അതിന് കിട്ടിയ ഒരു വലിയ ഗ്ലോറിയസ് ചാൻസ് ആണ് ഇത് ഇല്ലാതാക്കിയിരിക്കുന്ന. 1. 2, ഈ വളർന്നു വരുന്ന കുട്ടികളാണെങ്കിലും ശരി, ഇപ്പോൾ ജീവിക്കുന്ന മനുഷ്യരാണെങ്കിലും ഇവർക്ക് നമുക്ക് തന്നെത്താനേ തോന്നണ്ടേ നമുക്കൊരു സുരക്ഷയുണ്ട് എന്നുള്ളത്. നമുക്ക് ഇനിയിപ്പം ഒരാൾക്ക് ഒരു കോടതി ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കേസ് ഫയൽ ചെയ്യുമ്പോൾ ഈ 8 വർഷം ഈ ലോങ് ഡിലേ വന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു വിധി വരുമ്പോൾ എന്തൊരു കൈൻഡ് ഓഫ് വിശ്വാസമാണ് ഉള്ളത്. ഇത് പരിഗണിക്കാതെ പോയല്ലോ എന്നുള്ളതിലുള്ള ഒരു വലിയ വിഷമമുണ്ട്. പക്ഷെ അത് പറയുമ്പോഴും ഇതിന്റെ റിപ്പർക്കഷൻ വരാൻ പോകുന്ന അല്ലെങ്കിൽ ഇതിന്റെ ഏറ്റവും പ്രശ്നകരമായിട്ടുള്ള ഫലം വരാൻ പോകുന്നത് ഏറ്റവും മാർജിനലൈസ്ഡ് ആയിട്ടുള്ളതും ഏറ്റവും വീക്കർ ആയിട്ടുള്ള സെക്ഷൻസിനായിരിക്കും എന്നും കൂടി ഇതിനോട് ചേർത്ത് പറയേണ്ടതുണ്ട്. രണ്ടാമതായിട്ട് ഒരു കാര്യം ആലോചിക്കണം. ഇത്രയും നാള്
ഇത് നീണ്ടു നിന്നു. ഇതിൽ നമുക്ക് നേരത്തെ പല ഇവിടെ സുഹൃത്തുക്കൾ പറഞ്ഞതുപോലെ നമുക്ക് പ്രോസിക്യൂഷനെയോ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷനെയോ ഇങ്ങനെ മാറി മാറി പഴി പറയുമ്പോഴും നമ്മുടെ മുന്നിൽ ഇന്നും ആൻസർ ചെയ്യാതെ കിടക്കുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഇപ്പൊ കോൺസ്പിറസി ഉണ്ട് എന്ന് പറയുന്നു, അതിൽ എന്താണ് ഗൂഢാലോചന ചെയ്തവർ ഇല്ലാത്ത ഗൂഢാലോചനയുണ്ട്. ഇതിലൊരു CFS റിപ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഒരു കാര്യമുണ്ട്. ഹാഷ് വാല്യൂ മാറിയതിന്റെ ക്വസ്റ്റ്യൻ ഇന്നും നിലനിൽക്കുന്നുണ്ട്. എന്തിനാണ് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യാത്ത ഒരാൾ ആ പർട്ടിക്കുലർ ദിവസം പോയി ഒരു ഹോസ്പിറ്റലിൽ കിടന്നതിനൊരു കള്ളരേഖ ഉണ്ടാക്കിയത് എന്നുള്ള ചോദ്യം. ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ. കാരണം 8 വർഷമായിട്ടും ഇത് ഫോളോ ചെയ്യുന്ന ഒരുപാട് മനുഷ്യരുണ്ട്, സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുണ്ട്. അവരുടെ മുന്നിൽ ഈ ചോദ്യങ്ങളെല്ലാം ആൻസർ ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ ആ വിശ്വാസ്യത, നമുക്ക് നിയമത്തിലുള്ള വിശ്വാസ്യതയാണ് നമ്മളെ ഒരു ഡെമോക്രസി ആയിട്ട് ഒരു റിപ്പബ്ലിക് ആയിട്ട് പിടിച്ചു നിർത്തുന്നത്. ആ വിശ്വാസ്യതയ്ക്ക് കോട്ടം തട്ടാതിരിക്കാൻ നമ്മൾ വലിയ രീതിയിൽ ഇപ്പം നമ്മൾ തന്നെ നിർഭയ പോലൊരു വലിയ ഇഷ്യൂ ഉണ്ടായപ്പോൾ നിരവധി നൂറുകണക്കിന് മനുഷ്യർ, ഞാൻ ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് മനുഷ്യർ തെരുവേദികളിൽ ഇറങ്ങി നമ്മൾ കണ്ടു. പക്ഷെ അത് ജസ്റ്റിസ് വർമ്മ കമ്മീഷൻ പോലൊരു കമ്മീഷൻ വന്ന് നമുക്ക് നീതിന്യായത്തിലുള്ള വിശ്വാസം അത് തിരികെ കൊണ്ടുവന്നത് കൊണ്ടാണ് പിന്നെ നമ്മൾ ആ നിയമവ്യവസ്ഥയിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഇനി ഇതുപോലെ എന്തെങ്കിലും ഒരു മെഷേഴ്സ് വന്നാൽ മാത്രമേ എനിക്ക് തോന്നുന്നു, എന്നോടൊപ്പം സംസാരിച്ച എനിക്ക് തോന്നുന്നു ഡസൻ കണക്കിന് മെസ്സേജുകൾ കഴിഞ്ഞ ദിവസം തൊട്ട് വരുന്നുണ്ട്. അതിലെല്ലാം തന്നെ സ്ത്രീകളും വളരെ യങ്ങായിട്ടുള്ള ഒരു 16 വയസ്സ് തൊട്ടുള്ള കുട്ടികളും പറയുന്നത് ഞങ്ങൾക്കിനി സംഭവിക്കുകയാണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യണം, ഈ ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ എന്ത് സംഭവിക്കും. ആ ചോദ്യം അതിജീവിതയും അവരുടെ ഏറ്റവും അടുത്ത ആളുകളോട് ചോദിച്ചതാണ്, ഞാൻ ഇനി എന്തു ചെയ്യണം എന്ന ഒരു ചോദ്യം.